ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിങ്കി തൻ്റെ പപ്പയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് കരഞ്ഞു പറയുവാണ് തൻ്റെ ജീവിതം തനിക്ക് എന്തിനായിരുന്നു, താൻ ഈ ജീവിതമേ മടുത്തു എന്ന് പറഞ്ഞു. പപ്പ കൂടി എന്നെ കൈയൊഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ വേറൊന്നും എനിക്ക് ആലോചിക്കാൻ ഉണ്ടാവില്ല എന്ന്. അത് കേട്ടപ്പോൾ പ്രഭ്രാമനൊന്നും ഞെട്ടി. എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പപ്പ കൈയൊഴിഞ്ഞാൽ തൻ്റെ ജീവിതം താൻ അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ് പിങ്കി വാശിയോടെ പപ്പയുടെ മുന്നിൽ വെച്ച് പറയുന്നത്. അത് കേട്ടപ്പോൾ പ്രഭുരാമൻ്റെ നെഞ്ച് തകർന്നു പോയി കേട്ടോ. സ്വന്തം മകൾ ഒന്നെന്ന് പറയുന്ന ഒരവസ്ഥയെ അങ്ങനെ മകൾക്കരികിലേക്ക് ചെന്നിട്ട് എന്താ മോളെ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് മോളെ ഇങ്ങനെ സമാധാനിപ്പിക്കുക. പപ്പ അടുത്തേക്ക് വന്ന് നിന്ന സമയത്ത് പിങ്കിയുടെ കയ്യിൽ നിന്നെല്ലാം പോയി. അപ്പോൾ എനിക്ക് ആരുമില്ല പപ്പ, അർജുനെങ്കിലും എൻ്റെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ കരുതിയത്, അതുപോലും ഉണ്ടായില്ല എന്ന് പിങ്കി പറയണു പപ്പയോട്. അങ്ങനെയെല്ലാം പറഞ്ഞ് വാ വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നെ ആർക്കും വേണ്ടാന്നും പറഞ്ഞ കരയുന്നത്, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിങ്കി ഭയങ്കര കരച്ചില്ല. ആരുമില്ല പപ്പയെന്നും പറഞ്ഞ് കരയുമ്പം ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം മോളെ എന്ന് പപ്പ മോളോട് പറയണു. അപ്പോൾ പപ്പ അത് പറയുന്നത് കേട്ടപ്പോൾ പിങ്കി പെട്ടെന്ന് പപ്പ ഇങ്ങനെ നോക്കുക. എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ മോള് തന്നെയല്ലേ എന്ന് പപ്പ മോളോട് ചോദിക്കുക. അപ്പോൾ പപ്പ എന്ന് വിളിച്ച് പിങ്കി പിന്നെയും കരച്ചില്ല. പിന്നെ മോളും പപ്പയും കൂടിയുള്ള ആ ഒരു സ്നേഹത്തിൻ്റെതായ ഒരിതാണ്. എൻ്റെ മോൾ ഒരിക്കലും കരയരുത്, എൻ്റെ മോൾക്ക് ഇപ്പോൾ പപ്പയുണ്ടെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക പപ്പയും മോളും കൂടി ഭയങ്കര കരച്ചിലായിട്ട്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അവിടെ നടക്കുന്നു. ഈ സമയത്ത് നേരത്തെ നമ്മുടെ പിങ്കിയുടെ കഴുത്തിൽ അർജുൻ താലി കെട്ടിയതെല്ലാം അർജുൻ അവിടെ ഇരുന്ന് ആലോചിക്കുക, ഇവരുടെ വിവാഹ ദിവസത്തെ പറ്റിയുള്ള കാര്യങ്ങളെ. അങ്ങനെ അർജുൻ അതെല്ലാം ആലോചിച്ച് പിന്നെ രാത്രിയിൽ പിങ്കി അവിടെ ഇരുന്ന് അത് പറഞ്ഞത് ഇതെല്ലാം ആലോചിക്കുക. ആ സമയത്താണ് നന്ദ അങ്ങോട്ടേക്ക് വന്നത്. അർജുനോട് എന്താ പറയേണ്ടതെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ല എന്നും പറഞ്ഞ് നന്ദ അർജുൻ്റെ അരികിലേക്ക് വരുന്നു. ഈ സമയത്ത് എനിക്ക് തന്നെ അറിയില്ല എന്ത് പറഞ്ഞാണ് എൻ്റെ മനസ്സിനെ ഞാൻ സമാധാനിപ്പിക്കേണ്ടതെന്ന്. പിന്നെ നന്ദ എന്ന് ചോദിച്ചപ്പം അർജുൻ പിങ്കി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വികാരത്തെപ്പറ്റി പറഞ്ഞാൽ എന്ത് ഫീലിങ്സ് ഉണ്ടാകാനാണ് നന്ദ എന്ന് അർജുൻ തിരിച്ച് നന്ദയോട് ചോദിച്ചു. അതേ ഒരു അവസ്ഥയാണ് പിങ്കിയുടെ സ്നേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാനത് അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കത് എന്താണെന്ന് അറിയില്ല, അതിൻ്റെ യാതൊരു തരത്തിലുള്ള ഗുണഭോക്താവും അല്ല ഞാൻ. അപ്പോൾ അങ്ങനെ ഒരിക്കലും അർജുൻ പറയരുതെന്ന് പറഞ്ഞു. അർജുൻ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലേ പിങ്കിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അർജുന് ഒന്നും ആരോടും തുറന്നു പറയാൻ പറ്റത്തില്ലല്ലോ, അതെല്ലാം ഉള്ളിൽ ഒതുക്കിയിരിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്നോട് കാണിക്കുന്ന ആത്മവഞ്ചനയായിരിക്കും നന്ദ എന്ന് അർജുൻ നന്ദയോട് പറഞ്ഞു. ഇത്രയും കാലം ഞാൻ പിടിച്ചു നിന്നത് എൻ്റെ മനോധൈര്യം എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. പിങ്കി അവൾ എന്നെങ്കിലും എന്നെ സ്നേഹിച്ച് തുടങ്ങിയാൽ എന്നൊറ്റ ചിന്ത, 100% ആത്മാർത്ഥമായിട്ട് അവളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെനിക്ക് ധൈര്യം തന്ന എൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ച് ഒരു മറുപടി എനിക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ലെന്നെന്താന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഇഷ്യൂ എടുത്ത് നോക്കിയാൽ തന്നെ അർജുന് അറിയാൻ കഴിയില്ലേ നിങ്ങളുടെ കാര്യത്തിലുള്ള പൊസസീവ്നെസ് എന്താ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നയന കയറി വന്നപ്പോൾ പിങ്കിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നന്ദ അർജുനോട് പറയണം. എന്തുകൊണ്ടാണ് അത് അർജുൻ അവളുടെ മാത്രമാണെന്ന് സ്വന്തമായിട്ടുള്ള ആ ഒരു വിശ്വാസത്തിന് ഇളക്കം തട്ടിയത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നയനെ അവിടെ വന്ന് നിന്ന് ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കുന്നു. അപ്പോൾ നന്ദയ്ക്കുള്ള പാരയുമായിട്ടാണ് നമ്മുടെ ആ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അർജുൻ അവിടെ നിന്ന് പറയുന്നുണ്ട് പിങ്കിക്ക് എന്നെയോ നയനിയെയോ സംശയിക്കേണ്ട യാതൊരുവിധ കാര്യമില്ലായിരുന്നു എന്ന്. യഥാർത്ഥ സ്നേഹം ഒരിക്കലും സംശയിക്കില്ല, ഒരിക്കലും അത് നമ്മൾ അവിശ്വസിക്കുകയോ ആൾക്കൂട്ട വിചാരണയ്ക്ക് എറിഞ്ഞു കൊടുക്കുകയോ ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ നന്ദയോട് പറയാം. പിങ്കി സംശയിച്ചെങ്കിൽ അവളുടെ പപ്പയെ വിളിച്ച് വരുത്തി പടുന്യായങ്ങൾ പറഞ്ഞ് ഈ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്നേഹ കൂടുതലെന്നല്ല, സ്നേഹലാളിത്യം എന്നാണെന്നൊക്കെ പറയുമ്പം കഷ്ടം. ഇനി എങ്ങനെയാണ് അർജുനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയാത്തതെന്ന് നന്ദ അർജുനോട് പറയുന്നു. അർജുൻ അമ്പിനും വില്ലിനും എടുക്കാൻ നിൽക്കുമ്പം മേ കമ്മിൻ എന്ന് പറഞ്ഞുകൊണ്ട് നയനയുടെ വക ഒരു ശബ്ദം അങ്ങ് കേട്ടു. എന്നിട്ട് നയന നേരെ അർജുൻ്റെയും നന്ദയുടെയും അരികിലേക്ക് ചെല്ലുക. നന്ദയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. വലിഞ്ഞു കയറി വന്ന് ഇടപെടുകയാണെന്നൊന്നും വിചാരിച്ചേക്കല്ലേ ഇത്രയൊക്കെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അർജുനോടുള്ള സഹതാപം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. നിങ്ങളെപ്പോലെ സ്നേഹവും ക്ഷമയുള്ള ചെറുപ്പക്കാരനെ പിങ്കി അർഹിക്കുന്നില്ല എന്ന് നയന പറയുന്നു. അപ്പോൾ നീയാണല്ലോ സുപ്രീം കോടതി ജഡ്ജ് എന്ന് നയനയോട് അന്നേരം നന്ദ പറഞ്ഞു. നന്ദ
ആഞ്ഞടിക്കുകയാണ് ഈ നയനയ്ക്ക് നേരെ. വലതുകാല് വെച്ച് കയറി വന്ന അന്നു മുതൽ നീ പരിശ്രമിക്കുന്നതാണല്ലോ രണ്ടിനെയും രണ്ട് പാത്രമാക്കാൻ. ഇപ്പം അത് സാധിച്ചു എന്നുള്ള അഹങ്കാരം നിന്റെ മുഖത്ത് കാണുകയും ചെയ്യാം. പക്ഷെ അത് ഇവിടെ പ്രദർശിപ്പിക്കണ്ടെന്നും നന്ദ പറഞ്ഞപ്പം ഞാൻ സംസാരിച്ചത് അർജുനോടല്ല, നീ അതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും നയനിയ, ഞാനാണ്. നീ അതിലേക്ക് കയറി വന്ന് ഇനി പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം നന്ദ പറഞ്ഞ് നയനിയുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. ഇത് കേട്ടപ്പോൾ പ്ലീസ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന ഒരു ബഹളവും ഫൈറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്നെ തുടങ്ങിക്കഴിഞ്ഞു അർജുൻ. നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനാണ് ഇവൾ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായ അന്ന് മുതൽ ഞാൻ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു അർജുൻ എന്ന് നന്ദ പറയാം. അപ്പോൾ കേട്ടല്ലോ അർജുൻ, നിന്റെ പ്രിയപ്പെട്ട ഏട്ടത്തിയമ്മയുടെ സ്റ്റാൻഡ് എന്താണെന്ന് നീ കേട്ടില്ലേ എന്ന് നയനെ ചോദിക്കുക. അപ്പോൾ അർജുൻ ഒന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ നിന്നോട് സ്നേഹവും അടുപ്പവും കാണിക്കുന്നത് എങ്ങനെയാണ് ഇവർ ശത്രുതയ്ക്ക് കാരണമാക്കി എടുക്കുന്നു എന്നുള്ളതാണെന്ന് പറയുമ്പോൾ ദേ നിന്റെ ഈ സ്നേഹവും അടുപ്പവും ഒക്കെ വിഷവിത്താണ് നയന എന്നുള്ള കാര്യം നമ്മുടെ നന്ദ അർജുൻ്റെ മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞു. നിന്നോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ അവരെത്രമാത്രം നന്മയുള്ളവരാണെങ്കിലും വിഷമായി മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടല്ലോ അർജുൻ, നിന്റെ മുന്നിൽ വെച്ച എന്നെ ഇവർ ഇത്രയും അപമാനിക്കുന്നതെന്ന് പറഞ്ഞു. അതിന് തക്കതായ കാരണമുണ്ട്, അത് എനിക്കും അറിയാം നിനക്കും അറിയാമെന്നുള്ള കാര്യം നമ്മുടെ നന്ദ നയനയോട് പറയുന്നു. അപ്പം എന്ത് കാരണമാണ് നന്ദ പറയാൻ പറഞ്ഞു. അത് എന്ന് പറഞ്ഞ് നന്ദ പറയാൻ തുടങ്ങിയപ്പോൾ വേറെ എന്ത് കാരണം? പിങ്കി അഴിച്ചുവിട്ട കുറേ നുണക്കഥ ഉണ്ടല്ലോ, നിനക്ക് എന്നെ ഇഷ്ടമാണെന്നോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നോ അങ്ങനെ എന്തൊക്കെയോ നുണക്കഥകളെന്ന് നയന പറഞ്ഞപ്പം ഓ അത് നുണക്കഥയാണെന്നാണോ ഇപ്പം നിന്റെ ഭാഷ്യം എന്ന് നന്ദ ചോദിച്ചു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അർജുനും പരസ്പരം അറിയാം, 100% അറിയാം. അല്ലെങ്കിൽ അത് അർജുൻ പറയട്ടെ. പറഞ്ഞല്ലോ നന്ദ, ദേ ആവശ്യമില്ലാത്ത ഒരു ടോപ്പിക്ക് ഇവിടെ എടുത്തിടണ്ട. നയനെ എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം. എൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ നയന ഒരു വാക്കും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല, അതെനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് അർജുൻ വീണ്ടും അവിടെ നിന്ന് നയനയ്ക്ക് വേണ്ടി നന്ദയുടെ മുന്നിൽ സംസാരിക്കാം. ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കി നന്ദ അവിടെ നിന്ന് പോകുമ്പോൾ നയന വിജയിച്ച രീതിയിൽ നിൽക്കുക. അപ്പോൾ നന്ദ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നീ ടെൻഷൻ അടിക്കേണ്ട, അല്ല നീ സങ്കടപ്പെടേണ്ട, ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ എന്തോ വലിയൊരു തെറ്റിദ്ധാരണ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ അത് വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അർജുൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ അത് മതിയെന്നും പറഞ്ഞു നയന ഭയങ്കര സോപ്പിങ്. അപ്പോൾ നീ ചെല്ലാൻ പറഞ്ഞു. അർജുൻ വിഷമിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് നയനെ പോയ നയന ബൈക്കിൽ ചെന്ന് നിന്നിട്ട് അർജുനെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചങ്ങ് പോയി. അപ്പോൾ എന്തൊക്കെയോ വലിയൊരു ഗൂഢാലോചനയുടെ ലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ നിഗൂഢതകളുടെ ലക്ഷ്യമായിട്ടാണ് നയന വന്നിരിക്കുന്നത്. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിയോ അവിടെ പ്രഭുരാമൻ്റെ വീട്ടിലാണല്ലോ. അപ്പോൾ പ്രഭുരാമനും പിങ്കിയും കൂടെ അവിടെ ഇരിക്കുന്നു. പ്രഭുരാമൻ ഫോണിൽ വിളിക്കണം. ദേ എന്തായാലും ഇതിൻ്റെ പേരിൽ ഇനി ഒന്നിനും നമ്മളാരും നിൽക്കണ്ട, തിരുത്താനും അല്ലെങ്കിൽ പരിഹാരങ്ങൾ കണ്ടുപിടിക്കാനും വേണ്ടുവോളം സമയം കിട്ടിയിരുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു പ്രഭുരാമൻ ഫോണിലൂടെ ആരോടോ. അപ്പോൾ ഇനി കാത്തിരിക്കുന്നതിൽ ഒരർത്ഥമില്ല, ശരി സൗകര്യം പോലെ അവളെ വിളിച്ച് കാര്യം സംസാരിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും പിങ്കി ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ടേക്ക് വരിക. പപ്പാ എന്നും പറഞ്ഞ് വിളിച്ചു. നീ എഴുന്നേറ്റോ മോളെ? കുറച്ച് മുമ്പ് നോക്കിയപ്പോൾ നീ നല്ല ഉറക്കമായിരുന്നല്ലോ, വിളിക്കാതിരുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അതെന്തായാലും നന്നായി പപ്പ, എല്ലാം മറന്ന് കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സൊന്ന് നേരെ ആയതെന്ന് പറഞ്ഞു പിങ്കി. അത്താഴത്തിന് എന്തെങ്കിലും ഉണ്ടാക്കണോ എന്നെങ്കിലും ചോദിച്ചപ്പം എൻ്റെ പതിവ് 2 ചപ്പാത്തിയും എന്തെങ്കിലും കറിയുമാണ്. നീ വന്നതുകൊണ്ട് പപ്പ ഇച്ചിരി കഞ്ഞി ഇട്ടിട്ടുണ്ട്, പയറും കഞ്ഞിയും ചമ്മന്തിയും ഉണ്ട്, പിന്നെ വേണമെങ്കിൽ 2 പപ്പടം കൂടി കാച്ചി തരാം, പിന്നെ മാങ്ങാച്ചാറും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളതൊക്കെ തന്നെ ധാരാളം പപ്പ എന്ന് പിങ്കി അന്നേരം പറഞ്ഞു. അല്ല ഞാൻ ഓർക്കായിരുന്നു പപ്പ, ആരുമില്ലെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാനും ജീവിക്കാനും ഒക്കെ പഠിച്ചല്ലേ എന്ന് പിങ്കി ചോദിച്ചപ്പം അങ്ങനെ വേണ്ട മോളെ, വനജ സ്റ്റേറ്റ്സിലേക്കും നീ ഇന്ത്യവരത്തിലേക്കും പോയതോടെ ജീവിതം തീർന്നു എന്ന് കരുതിയാ ഞാൻ തോറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ അച്ഛൻ മോളോട്. അവിടെ മുതൽ ജീവിതത്തിൻ്റെ പുതിയൊരു ഫേസ് ആണെന്നങ്ങ് വിചാരിച്ചു എന്ന് പറഞ്ഞപ്പം നന്നായി പപ്പ, നന്നായി എന്ന് പിങ്കി പറയാം. നിൻ്റെ ജീവിതത്തിൻ്റെയും പുതിയ ഫേസ് ആണെന്ന് മനസ്സിലാക്കി വെച്ചോളാൻ പറയുമ്പോൾ പിങ്കി സൈലൻ്റ് ആയിപ്പോയി. പിന്നെ ഇതുവരെയുള്ള ജീവിതത്തിൽ നീ കൊണ്ടു നടന്ന ബന്ധങ്ങൾ പലതും മുറിഞ്ഞു പോവേണ്ട സമയമാണെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കി ഇങ്ങനെ അന്താളിച്ച് പപ്പ എന്ന് പറഞ്ഞ് വിളിച്ചു. കേൾക്കുമ്പോൾ വിഷമം തോന്നും, എന്നാൽ തീരുമാനം എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുത്തല്ലേ പറ്റൂ. നീ അവിടെ നിന്ന് ഇറങ്ങി പോരുമെന്ന് പറഞ്ഞിട്ടും അവൻ അവളെയല്ലേ സംരക്ഷിച്ച് പിടിച്ചത് എന്നുള്ള കാര്യം ചോദിക്കും. അപ്പോഴത്തേക്കും പിങ്കിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. അതിന് പിങ്കിക്ക് മറുപടിയില്ല. അതിൻ്റെ അർത്ഥം നിന്നേക്കാൾ വലുത് അവളാണെന്ന് തന്നെയല്ലേ മോളെ എന്നും പപ്പ മോളോട് ചോദിക്കുന്നു. അതിനും മറുപടിയില്ല.
ഇനി കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഞാനും വനജയും സംസാരിച്ചതും അത് തന്നെയാണെന്ന കാര്യം പറയാം. അപ്പം എന്താണെന്ന് ചോദിച്ചു മോള്. നീയും അർജുനുമായിട്ടുള്ള ബന്ധം പിരിയണമെന്നുള്ളത്. അങ്ങനെ അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിക്ക് ഭയങ്കരമായിട്ടൊരു വല്ലായ്മ പോലെ ഇങ്ങനെ വന്നു കേട്ടോ. നിയമപരമായി തന്നെ നിങ്ങളുടെ ബന്ധം പിരിഞ്ഞേ പറ്റൂ എന്ന് പറയുന്നു. വക്കീലിനെ കാണാനും ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാനും എത്രയും പെട്ടെന്ന് വേണ്ടുന്നത് ചെയ്യാനും വനജ തന്നെ എന്നെ ഏർപ്പാടാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പിങ്കി ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. പപ്പയും അമ്മയും കൂടെ അത്ര നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എനിക്ക് കുറച്ച് സമയം വേണം പപ്പ എന്ന് പിങ്കി പറഞ്ഞു. അപ്പം എന്തിനാന്ന് ചോദിച്ചു. അത് അന്നത്തെ ശരി. ഇന്നിപ്പോൾ അതാണോ സ്ഥിതി? ആണോ? നിന്നെ വിലയില്ലാത്തവനെ, നിന്നെ വേണ്ടാത്തവരെ ഒരു നിമിഷം മുമ്പ് വേണ്ടാന്ന് വെക്കണം പിങ്കി. അതാണ് അഭിമാനമുള്ളവർ ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രശ്നം മാത്രമല്ല പപ്പ, ഇത് മനസ്സിൻ്റെ കൂടെ കാര്യമല്ലേ എന്ന് പിങ്കി അന്നേരം പപ്പയോട് ചോദിക്കുക. അതിന് പപ്പ കുറച്ചുകൂടി ക്ഷമ അതെന്നോട് കാണിച്ചിരുന്നെങ്കിൽ ഗൗതം എൻ്റേതാകുമായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ പിങ്കി പറയുന്നു. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാതായി. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒട്ടും സമയം തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ എന്താണോ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അത് കേൾക്കും മനസ്സ്. കുറച്ച് വേദനിപ്പിച്ചും സങ്കടപ്പെടുത്തിയും ഒക്കെ തളർത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ അവസാനം നമ്മൾ പറയുന്നിടത്ത് തന്നെ വരും മോളെ. ദേ അർജുനും അത് തന്നെയാണ് നല്ലത്. അവനും ആ ഒരു രീതി പോട്ടെ. ആ പെണ്ണിനെയാണ് അവന് ജീവിതത്തിൽ വേണ്ടതെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ എല്ലാം പിങ്കി തോറ്റു തുന്നം പാടി ഇങ്ങനെ നിൽക്കുക. എനിക്ക് എൻ്റെ ജീവിതം എനിക്ക് എൻ്റെ ജീവിതത്തിൽ പപ്പയുണ്ടല്ലോ. മമ്മിയോട് ഇങ്ങോട്ട് വരാൻ പറയാം. നമ്മൾ മതി പപ്പ, നമ്മൾ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ പോരാ പിങ്കി, അത് പോരാ. ഞങ്ങളുടെ ജീവിതം പാതിയിലധികവും കഴിഞ്ഞതാ. നിന്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതും ഇതുമായിട്ടൊന്നും നീ കൂട്ടിക്കെട്ടാൻ നിൽക്കണ്ട. നീ മറ്റൊരു വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് പപ്പ പിങ്കിയോട് പറയുന്നു. ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും മരണം വരെ എന്നൊക്കെ പപ്പ പറയുമ്പോൾ പിങ്കി അവിടെ നിന്ന് കരയുക. അതും പറഞ്ഞു. അത് പക്ഷേ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അതോർത്ത് ശിഷ്ടജന്മം കൂടി പാഴാക്കി കളയാനല്ല എന്ന് പപ്പ ഉപദേശങ്ങളായിട്ട് കൊടുക്കുന്നു. ആദ്യം ഡിവോഴ്സ്, പിന്നെ മറ്റൊരു വിവാഹം. അതും പറഞ്ഞ് പപ്പ അങ്ങ് പോകുന്നു. പോയ പപ്പ ഇപ്പോഴേ പറഞ്ഞ് പഠിപ്പിച്ചേക്കും മനസ്സിനെ, ഒന്നിനും ഇനി അധികം സമയമില്ല എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ പിങ്കി അവിടെ നിന്ന് ഇങ്ങനെ കരയുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഒന്നും കിട്ടാതെ പോയതിൻ്റെ ആ ഒരു നിരാശയാണ് പിങ്കിക്ക്. ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതം നല്ല ഉറക്കം. നന്ദ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൗതം തൊട്ടരികിൽ കിടന്ന് ഉറങ്ങുവാണ്. നന്ദ ഇടയ്ക്കിടയ്ക്ക് ഗൗതം സാറിനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പോയി വെള്ളം കുടിക്കുന്നു. അങ്ങനെയൊക്കെ ആ സമയത്ത് നന്ദ യാദൃശികമായിട്ട് ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ പുറത്തൊരു വെട്ടം കണ്ടു കേട്ടോ. അപ്പോൾ ഇതെന്ത് ഈ വെട്ടം കാണുന്നതെന്ന് ഓർത്ത് നന്ദ ജനൽ തുറന്ന് നോക്കുക. അപ്പോൾ ജനൽ തുറന്ന് നോക്കിയിട്ട് നന്ദ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ എന്തോ ഒരു കാഴ്ച കാണുവാണ്. പെട്ടെന്ന് ഗൗതത്തിനെ വിളിച്ച് എഴുന്നേപ്പിച്ചു. ഗൗതം സാർ ദേ മതിലിൻ്റെ അടുത്ത് ഒരാൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആള് മാറിപ്പോയി. അപ്പോൾ അവിടെ അങ്ങ് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടതാ, സത്യം ഞാൻ കണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് നന്ദ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കുക കേട്ടോ. പക്ഷേ ആരെയും കാണുന്നില്ല. അപ്പം നീ വാ നമുക്ക് പുറത്ത് പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഇവർ രണ്ടുപേരും കൂടെ പോവാം. എന്നിട്ട് രണ്ടുപേരും കൂടി അവിടുന്ന് നോക്കാനായിട്ട് ഇങ്ങനെ പോണു. എന്നിട്ട് ഇതേ തോക്കും എടുത്തുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയും ഉണ്ടോ എന്തോന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പുറത്തിറങ്ങി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കുക. അപ്പോൾ സൂക്ഷിക്കണമെന്ന് നന്ദ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് നമ്മുടെ ഗൗതം ഒരാളെ കണ്ടു. ഇരുട്ടത്ത് ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുറകിൽ ചെന്ന് തോക്ക് തലയിൽ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് അർജുനെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം ഞെട്ടി. എടാ നീയോ? അപ്പോൾ ഗൗതമേട്ടൻ പിന്നെ ആരാണെന്ന് വിചാരിച്ച, കള്ളനാണെന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നന്ദ ഓടി വന്നു കേട്ടോ. ദേ നീ അർജുനെയാണോ കണ്ടത്? അപ്പോൾ അല്ല, എനിക്ക് ഉറപ്പാണെന്ന് നന്ദ പറയുന്നു. എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അർജുൻ. നന്ദ ഒരാൾ മതിൽ ചാടി എൻ്റെ ശബ്ദം കേട്ടുവെന്ന് മുറ്റത്തൊരാൾ നിൽക്കുന്നത് കാണുകയും ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ ഇങ്ങനെ വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അർജുൻ എന്തൊക്കെയോ കള്ളത്തരങ്ങളുള്ളതുപോലെ. ഇനി എന്തായാലും കള്ളൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പം നീ എന്തിനാ ഈ സമയത്ത് പുറത്തിറങ്ങിയത്? അപ്പം ഞാൻ പുറത്ത് പോയിട്ട് വന്നതാണെന്ന് അർജുൻ പറയുക. അപ്പം നീ വാ, ശരി എന്തായാലും ഈ സമയത്ത് പുറത്ത് ഇങ്ങനെ നിൽക്കേണ്ട, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് അർജുനെ വിളിക്കുന്നു. ഈ മുറ്റത്ത് കാലുകുത്താൻ ധൈര്യം കാണിച്ച കള്ളനൊന്ന് കാണണ്ടേ ഏട്ടാ എന്ന് അർജുൻ അന്നേരം ചോദിക്കുക കേട്ടോ. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇനി ഒരുത്തനും ധൈര്യം വരില്ല എന്നും പറഞ്ഞ് ഗൗതം അർജുനോട് പറഞ്ഞു. അപ്പോൾ അത് ശരിയാണെന്നും പറഞ്ഞ് ഇവരകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ഇവർ വീടിനകത്തേക്ക് കയറി ചെന്ന് എല്ലായിടത്തും ലൈറ്റ് ഇട്ടു. അപ്പോൾ അടുക്കളവാതിലൊക്കെ അടച്ചോന്ന് ചോദിച്ചപ്പം എല്ലാം ഇതാക്കിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അകത്തുനിന്ന് അയ്യോ എന്നും പറഞ്ഞൊരു ശബ്ദം. അപ്പം മോഹിനിയാണ് ഓടി വന്നത്. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവർ. പെട്ടെന്ന് മോഹിനിക്ക് ഒച്ച പൊങ്ങുന്നില്ല, പേടിച്ചിട്ടേ. അവിടെ ഒരു ശബ്ദം കേട്ട് ഞാൻ ജനലിലൂടെ നോക്കിയത്. അപ്പോൾ ദേ ഇരുട്ടിലൂടെ
ഒരു കറുത്ത രൂപം നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവർക്ക് എല്ലാവർക്കും ഏകദേശം കാര്യം മനസ്സിലായി, എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത്. ദേ പുറത്തുനിന്ന് ഇങ്ങോട്ട് മതിൽ ചാടിയതാണോ അതോ ഇവിടുത്തെ മതിൽ ചാടി പുറത്തോട്ട് പോകാൻ ശ്രമിച്ചതാണോ എന്ന് എനിക്ക് തീർച്ചയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഏത് കള്ളം പുറത്തു പോകാനാ? ആരെങ്കിലും മതിൽ ചാടി അകത്ത് കയറി വാതിൽ പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനൊക്കെ പറയുക കേട്ടോ. അപ്പോഴത്തേക്കും ടെൻഷനായി ഇവിടെ. അതെ, നമുക്ക് അടുക്കള വാതിൽ നോക്കിയാലോ എന്ന് നന്ദ പറഞ്ഞനുസരിച്ച് ഇവരെല്ലാവരും കൂടെ അടുക്കളയിലേക്ക് പോവാം. അപ്പോൾ മോഹിനി ചോദിച്ചു, മക്കളെ എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല, ചെറിയ ധൈര്യമായിട്ട് പോയി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ചെറിയമ്മയെ അവർ പറഞ്ഞു വിട്ടു. അതിനുശേഷം ഇവർ 3 പേരും കൂടി അതിലിങ്ങനെ നോക്കുക കേട്ടോ. ഈ സമയത്ത് അർജുൻ എന്തൊക്കെയോ ഒരു കള്ളത്തരം ഉള്ളതുപോലൊക്കെ ഫീൽ ചെയ്യുന്നു. അർജുൻ അങ്ങനെ ഇങ്ങനെ ഒക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു രൂപം ദേ അവരുടെ ഇടയിലേക്ക് കയറി വരുന്നു. അതും ഒരു തൊപ്പിയൊക്കെ വെച്ച് വല്ലാത്തൊരു രൂപം. അത് വേറെ ആരും ആയിരുന്നില്ല, നയനയായിരുന്നു. അപ്പോൾ നയനയും എന്തൊക്കെയോ ഒളിപ്പിക്കുന്ന ഒരു രീതിയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.